നമസ്കാരം. ഞാൻ അനു ചാക്കോ. ഞാൻ നമ്മുടെ ജാലകത്തിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്കാണ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നത്. ഞാനിപ്പോൾ ഇങ്ങനെ ആലോചിക്കായിരുന്നു, തിങ്കളാഴ്ച എൻ്റെ ലൊട്ടുലൊടുക്ക് കുക്കറി റെസിപ്പീസ് ഇട്ടാലോ എന്ന്. അപ്പോൾ ഇന്ന് ആദ്യമായിട്ട് തുടങ്ങുകയാണ് കേട്ടോ. ആദ്യമായിട്ട് ഞാൻ എന്താ ചെയ്യാൻ വന്നത്, മീനില്ലാത്തൊരു മീൻ പീര ഉണ്ടാക്കാൻ പോകും. അതായത് നേന്ത്രക്കായ ഇങ്ങനെ അറിയുക, അത് നല്ല കുറച്ചും കൂടി ഭംഗിയിലൊക്കെ നല്ല കുഞ്ഞി പീസിലൊക്കെ ഇങ്ങനത്തെ പീസ് ശരിക്കും ഐഡൻറ്റിക്കലായിട്ട് മുറിക്കാം. ഞാൻ മുറിച്ചേക്കണം ഇങ്ങനെയാണ്. അതവിടെ വയ്ക്കും. അത് കഴിഞ്ഞിട്ട് നമുക്കൊരു 5 ചുവന്നുള്ളി, ഒരു 9 വെളുത്തുള്ളി എടുത്ത് ചതയ്ക്കാം. തേങ്ങ എടുത്തേക്കണം, കണ്ടില്ലേ? ഇത്രയും തേങ്ങ, ഒരു കുടംപുളി, മീനിനകത്തിടുന്ന പുളി കഴുകി കീറിയത്, 2 പച്ചമുളക് അരിഞ്ഞത്. ചതയ്ക്കാൻ പറ്റുമെങ്കിൽ ചതച്ചോ, പക്ഷേ ഞാൻ ചതക്കില്ല, ചതച്ചാൽ എൻ്റെ കൈ കയറും. അപ്പോൾ ഞാൻ അതരിഞ്ഞു. എന്നിട്ട് ഇതിനകത്തേക്ക് ഇടുന്നു, ഈ തേങ്ങയ്ക്കകത്ത് ഇടുന്നു. അത് കഴിഞ്ഞ് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുന്നു. അതൊക്കെ അവരവരുടെ ഇഷ്ടത്തിന്, ഇഷ്ടമുള്ള മഞ്ഞൾപ്പൊടി കൂടുതൽ വേണ്ടവർ കൂടുതലിടാം, കുറച്ച് വേണം. ഉപ്പ് നമ്മുടെ കണക്കിനിടുന്നു. ഇതെല്ലാം കൂടി നന്നായി ഇങ്ങനെ നേരടിക്കൊണ്ട് കൂട്ടുക. വെള്ളം കൊണ്ടിട്ട് വെള്ളം, അതായത് ഈ അരപ്പെടുത്തതിനകത്തും ഇതിനകത്തേക്ക് ഒന്ന് ഒഴിച്ച് അതും കൂടി അങ്ങോട്ട് കലക്കി ഇതിനകത്തേക്ക് അങ്ങ് ഒഴിക്കുക. ഇതിനകത്ത് ഈ മീൻപുളി ഇടുന്നതും ഒക്കെ, പുളി കൂടുതൽ വേണ്ടവർ, നമ്മൾ മീൻ പീരയ്ക്ക് അങ്ങനെയാണല്ലോ, നമുക്ക് ആവശ്യത്തിനാണല്ലോ ആവശ്യത്തിന് പുളി ഇടാം. എത്ര വേണ്ടത് അവരവരുടെ ടേസ്റ്റ് അനുസരിച്ച് ഇത് ഒഴിച്ചിട്ട് ഒരു തുള്ളി വെളിച്ചെണ്ണ ഒഴിക്കണം. ഗ്യാസ് കത്തിച്ചിട്ട് അത് വയ്ക്കുക. ഇത് നമ്മൾ ഈ വെള്ളം അധികം കൂടരുത്. വെള്ളം കൂടുമ്പോൾ എന്താ അത് കുഴഞ്ഞു പോകും. ഇത് പിന്നെ ഇരുന്ന് അത് വേവട്ടെ. വെന്തില്ലെങ്കിൽ നമുക്ക് കുറച്ചും കൂടി വെള്ളം ആഡ് ചെയ്യണം. അല്ലെങ്കിൽ ഈ വെള്ളത്തിലിരുന്ന് വെച്ചാൽ കായയുടെ പാകമാവും. അങ്ങനെ മീൻ പീര റെഡിയോ. ഇതായി കഴിഞ്ഞിട്ട് ഞാൻ ഫോട്ടോ എടുത്ത് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ മീനില്ലാത്ത മീൻ പീര. എല്ലാവർക്കും അറിയായിരിക്കും. അറിയാത്തവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കുക എങ്ങനെയുണ്ടെന്ന്. എന്നിട്ട് അതിൻ്റെ കമൻറ്റിലിടുക അതിൻ്റെ റിസൾട്ട്. ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഇതൊന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു എപ്പിസോഡുമായി കാണുന്നവരെ നന്ദി, നമസ്കാരം.